നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കെ ഇ ഇസ്മായിൽ തൻ്റെ അഭിപ്രായം ഇതാ തുറന്നടിച്ചിരിക്കുന്നു. ഇപ്പോൾ CPIയുടെ നേതൃത്വത്തിനെതിരെ തന്നെയാണ് അദ്ദേഹം ഒളിയമ്പുകൾ എഴുതിയിരിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം തുറന്നടിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് നിങ്ങളുടെ ഒരു വീഡിയോയിൽ ഒന്ന് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും കെ ഇ ഇസ്മായിലിനെ ആരെങ്കിലും വീട്ടിൽ പോയി മാധ്യമപ്രവർത്തകർ കണ്ടാൽ അദ്ദേഹം മിക്കവാറും എല്ലാം തുറന്നു പറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തുറന്നടിക്കാൻ സാധ്യതയുണ്ട് എന്ന്. എന്നാൽ CPIയുടെ മറ്റു നേതാക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർ പൊതുമണ്ഡലത്തിൽ എപ്പോഴും സജീവമാണ്. അതുകൊണ്ട് എപ്പോഴും അവർക്ക് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. കെ ഇസ്മായിലിന് അതല്ല സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ കെ ഇസ്മായിലിന് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് CPI നേതൃത്വത്തിനെതിരായിട്ടുള്ള ആഞ്ഞടിക്കൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത്. അത് പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, വെറുതെ കിടന്ന് വായകമടിച്ചിട്ട് കാര്യമില്ല. ഇതാണോ പാർട്ടി നേതൃത്വം? CPIയുടെ ഇപ്പോഴത്തെ നേതൃത്വം വെറുതെ വാചകമടിക്കൽ മാത്രമാണ്. വെറുതെ വാക്കുകൾ ഉപയോഗിച്ച് വെറുതെ വാചകമടിച്ചിട്ട് കാര്യമില്ല. അതിന് വില വേണം, പറയുന്ന വാക്കുകൾക്ക് വില വേണം, ആ നിലപാടുകൾക്ക് ഉറച്ചതായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ ADGP വിഷയത്തിൽ RSS നേതാക്കളെ ADGP കണ്ടത് വളരെ അപമാനകരമാണ്, വളരെ തെറ്റാണ് എന്ന് പാർട്ടി വിലയിരുത്തുകയും അത് പാർട്ടി സെക്രട്ടറി തന്നെ നേരത്തെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയും അത് അയാളെ ADP സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അയാളെ പുറത്താക്കണം, ADG സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം, അങ്ങനെ വെച്ചുകൊണ്ട് ഇനി ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ആ അഭിപ്രായം അദ്ദേഹം ഇടതുമുന്നണിയിൽ പറയുമെന്ന് പറഞ്ഞു. പക്ഷേ ഇടതുമുന്നണിയിൽ പോയി അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞു എന്ന് തന്നെയാണ് പുറത്തു വന്ന് പറഞ്ഞു. ഞാൻ ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു അന്വേഷണം നടക്കുകയല്ലേ, അപ്പോൾ അത് ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെ എന്ന് പാർട്ടി ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കടം പിടുത്തം പാടില്ലല്ലോ എങ്കിലും എന്ന് തിരിച്ചറങ്ങുകയുണ്ടായി. അപ്പോഴാണ് കെ ഇസ്മായിലിനെ ഇതുപോലെ ഏതോ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് മാറ്റുക തന്നെ വേണം, അല്ലാതെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ബിനോയ് വിശ്വം പറഞ്ഞു, അത് ഈ അന്വേഷണം എന്ന് പറഞ്ഞ് ഈ കാലാകാലങ്ങളിൽ ഇതിനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല, നടപടി എടുത്തേ പറ്റുള്ളൂ. പക്ഷേ അതിപ്പോൾ ഈ ആകാശത്ത് ലയിച്ചു ചേർന്നതുപോലെ ആ CPIയുടെ അഭിപ്രായത്തിന് മുഴുവനും വിലയില്ലതായിരിക്കുന്നു. ADGPയെ ഒരു കാരണവശാലും മാറ്റുന്ന പ്രശ്നമില്ല എന്ന് ഈ പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്ന് മാസങ്ങൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഒന്ന് പറയുകയും ചെയ്തു. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോഴാണ് ഈ കെ ഇസ്മായിലിൻ്റെ അഭിപ്രായത്തിൽ കെ ഇസ്മായിൽ പറയുന്നു, ഞങ്ങളെല്ലാം പഴയ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക നിലപാട്. PKയുടെ കാലത്തായിരുന്നാലും വെളിയം ഭാർഗവൻ്റെ കാലത്തായിരുന്നാലും, പേരെടുത്ത് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു, വെളിയം ഭാർഗവൻ്റെ കാലത്തായിരുന്നാലും CK ചന്ദ്രപ്പൻ്റെ കാലത്തായിരുന്നാലും ഞങ്ങളൊക്കെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം ഈ ഇടതു മുന്നണിയിൽ പങ്കെടുത്തിട്ടുണ്ട്, യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നതിന് അവിടെ വിലയും ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയുന്നത് അവിടെ ഇടതു മുന്നണിയിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലർ വന്നിട്ട് പുറമെ എന്തൊക്കെയോ വാചകം അടിക്കുന്നു, എന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത്. ഇത് നേതൃത്വം അല്ലാതെ മാറിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ ഈ പ്രസ്ഥാനം എന്ന് ഉള്ള അവസ്ഥയിലാണ്. എന്നിട്ടും മാധ്യമപ്രവർത്തകൻ, അതായത് കെ ഇസ്മായിലിനെ വീട്ടിൽ പോയി കണ്ട മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം നേരെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഒരു പാർട്ടിയെയും ഒരു ഗവൺമെന്റിനെയും ഒരു വ്യക്തി അടക്കി ഭരിക്കുന്നത് ശരിയാണോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോഴത്തെ തലമുറ ഒരു വല്ലാത്ത തലമുറയാണ്. അവർക്ക് ഇടത് സമീപനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു ADGPയെ ക്രമസമാധാന നില എന്ന ആ ചുമതലയിൽ ഇരുത്തിക്കൊണ്ട് അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഇടത് സമീപനമല്ല. കെ ഇസ്മായിൽ തറപ്പിച്ച് പറയാണ്. അതായത് ഈ ADGPയെ ക്രമസമാധാന ചുമതലയുള്ള ADGPയായി ആ പോസ്റ്റിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അതൊരു ഇടത് നയമേ അല്ല, ഇടത് സമീപനമേ അല്ല, ഇടത് രീതിയേ അല്ല.
ഇവിടെയാണ് കെ ഇസ്മായിലിനെ പോലുള്ള ഈ പ്രായം ചെന്ന നേതാക്കളുടെ അഭിപ്രായം. ഇനി എനിക്ക് തോന്നുന്നു CPI-ക്കകത്ത് അത്തരത്തിൽ വളരെ മുതിർന്ന കുറച്ച് നേതാക്കളെ ഉള്ളൂ. ഒന്ന് കെ ഇസ്മായിലാണ്. കെ ഇസ്മായിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു കഴിഞ്ഞു. പിന്നെ ഉള്ളത് C. ദിവാകരനാണ്. C. ദിവാകരനും ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പാർട്ടിയെ ഉപദ്രവിക്കേണ്ടെന്ന് പറഞ്ഞ് അത്യാവശ്യം തുറന്നു പറയാതെ കാര്യങ്ങൾ പോവുകയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങൾ പോയി കണ്ടാലും പന്ന്യൻ രവീന്ദ്രന് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ സാധ്യതയല്ല. എന്തായാലും CPI-യിൽ കെ ഇസ്മായിലിന്റെ ഒരു പ്രത്യേക വിഭാഗമുണ്ട് എന്ന് കുറെ കാലമുണ്ട് നമ്മൾ കേൾക്കുന്ന അതാണ്. അതിപ്പോൾ വീണ്ടും അടിവരയിട്ടിരിക്കുന്നു. പിന്നെ CPI നേതൃത്വം ഇനി എന്താണ് പ്രതികരിക്കാൻ പോകുന്നത്? ഈ 6 മാസം സമയം കൊടുത്തിട്ട് അതിനെതിരെ ഒരു വാക്ക് പോലും ഇതുവരെയും പാർട്ടി നേതൃത്വമോ പാർട്ടിയുടെ വക്താക്കളോ ആരും തന്നെ പറഞ്ഞിട്ടില്ല. അനിശ്ചിതകാലമായിട്ട് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പാർട്ടി സെക്രട്ടറി വിനോദ് വിശ്വം പറഞ്ഞത് അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് 6 മാസത്തെ സമയം അനുവദിച്ചത്. ഈ 6 മാസത്തെ സമയം വീണ്ടും നീട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം പല അന്വേഷണങ്ങളും ഇനിയിപ്പോൾ പൂരം കലക്കി എന്നുള്ള വിഷയത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നു. ആ അന്വേഷണ റിപ്പോർട്ട് ഇനിയിപ്പോൾ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അടുത്ത ഒരു അന്വേഷണം സമിതിയെ നിയോഗിക്കും. അതിനും കുറെ കാലങ്ങൾ കൊടുക്കും. ഇങ്ങനെ നീണ്ടുപോകും. അടുത്ത പൂരം വരെയും കാര്യങ്ങൾ നീണ്ടുപോകും. CPI നേതാക്കൾ പറയുന്നതിന് സമൂഹത്തിൽ വില ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അത് കെട്ടുപോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കെ ഇസ്മായിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്.